പുനലൂർ സൗഹൃദവേദിയുടെ 23ാമത് വാർഷികവും കുടുംബസംഗമവും നടന്നു. അജ്മാൻ സോഷ്യൽ സെന്ററിൽ വെച്ചാണ് വാർഷികവും കുടുംബസംഗമവും നടന്നത്. സൗഹൃദവേദി പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ തുടങ്ങിയ പരിപാടിയിൽ വിശിഷ്ട അതിഥിയായി ഗ്ലോബൽ പ്രവാസി യൂണിയൻ ചെയർമാൻ അഡ്വക്കേറ്റ് ഫരീദ്, നടനും സംവിധായകനുമായ ഫൈസൽ റാസി എന്നിവരും സന്നിഹിതരായിരുന്നു. கண்மணி அன்போடு காதலனும் நான் எழுதும் கடிதம் படி. கண்மணி அன்போடு காதலன் நான் எழுதும் கடிதமே. பாட்டாக படிச்சிருக்கீங்க. நான் முதல்ல கண்மணி போட்டுல, இப்ப பொன்மணி போடு. பொன்மணி உன் வீட்டு சௌக்கியமா? நான் இங்க சௌக்கியம். பொன்மணி உன் வீட்டு சௌக்கியமா? நான் சௌக்கியமே. நினைச்சு பார்க்கும்போது மனசுல கவிதை அருவி மாதிரி கொடுத்தது. அவன் எழுதுறது உட்கார்ந்து எழுதுதான் வார்த்தை. உன்னை எண்ணி பார்க்கையில் கவிதை கொட்டது. அதான் அதை எழுத நினைக்கையில் வார்த்தை முட்டது. அதே தான் கவிதை. கவிதை பிரமாதம் படி. கண்மணி அன்போடு காதலன் நான் எழுதும் கடிதமே. താങ്ക്യൂ. സിനിമയുടെ ലാലേട്ടൻ, മമ്മൂട്ടി, മോഹൻലാൽ ഒരു നാണയത്തിന്റെ രണ്ട് ദിവസങ്ങളാണ് മലയാള സിനിമയിൽ. ഇപ്പൊ ലാലേട്ടൻ ഈ സിനിമ ഇറങ്ങിയപ്പോൾ പണ്ടഭിനയിച്ചിരുന്ന മൺമറഞ്ഞു പോയ പല കലകൾ കണ്ടപ്പോൾ അദ്ദേഹത്തിന് 6ാം നമ്പറാണ് അഭിനയിക്കാൻ ഒരാഗ്രഹം തോന്നി. നസീർ സാറാണ് ഞാനൊരു വഴിപോക്കനാണ്. ഇവിടെ ചുറ്റമ്പലത്തിൽ എന്താ കാര്യം? ഇത് പൊതുവഴിയല്ല. നമ്മളാരാണാവും? അതല്ലല്ലോ ഞാൻ ചോദിച്ചതിനുള്ള മറുപടി. ഇതെന്താണ് കാവിലെ ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടത്? അതെ, അല്ലാന്ന് തോന്നാൻ മാഷ്ക്ക് ഭഗവതിയെ മുമ്പ് കണ്ട പരിചയമൊന്നുമില്ലല്ലോ. സത്യം. ആ സ്ത്രീത്വങ്ങളെന്ന മുഖം മഴിഞ്ഞു വീണ കേശവൻ, ആ വാക്കിലും നടപ്പിലും അനുഭവപ്പെടുന്ന ദൈവീക ഭാവം. എന്നൊക്കെ പറയണമെങ്കിൽ കണ്ണുപൊട്ടനായിരിക്കണം കാണുന്നവൻ. ഇതിനുമാതിരി വെള്ളരിക്കണ്ടത്തിലെ കണ്ണീർ കോലം പോലെ കോളു തടിച്ചു തെളിക്കാരിയാണല്ലേ. ഈ ചുറ്റമ്പലത്തിന്റെ ഉള്ളിലെ കൊണ്ടേ അതിനുള്ള മറുപടി ഉള്ളുമായ പറയണില്ല. അടിച്ചു കളിക്കാരി കൊറച്ച് തമ്പുരാട്ടിയാണോ മാഷേ? അതേതാ ടീച്ചർ? ഞാനറിയാത്തൊരു തമ്പുരാട്ടി. ഈ ഞാൻ ആരാണാവോ? തമ്പുരാൻ, അരിമംഗലം കോവിലകത്തെ അച്ചകനാഥൻ തമ്പുരാൻ. ബാല്യക്കാരനാ ആയിരിക്കും. മൂർത്തിയെക്കാളും വലിയ ശാന്തിയുള്ള കാല. മുന്നിൽ മാറുക തമ്പുരാൻ. പിന്നെ ഓരോ മനുഷ്യ മാഷിന്റെ മകളുടെ വന്നിട്ടുണ്ടെങ്കിലേ എനിക്കൊന്ന് കാണണമെന്ന് പറയൂ. ചിലത് പറയാനുണ്ട്. അഹങ്കാരത്തിന് കൈയും കാലം വെച്ചിട്ട് ആ പെണ്ണെന്ന പേരും അമ്പടി ജിഞ്ചിന്നാക്കടി. ശംഭു മഹാദേവ. പരിപാടിയോടനുബന്ധിച്ച് രാവിലെ 10 മണി മുതൽ ജബൽസിന മെഡിക്കൽ സെന്ററിന്റെ നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പും ഉണ്ടായിരുന്നു.
കലാകാരന്മാരായ മുരളി ഗുരുവായൂർ, കലാഭവൻ ബിജു എന്നിവരെ കൂടാതെ കുടുംബാംഗങ്ങളുടെയും കലാപരിപാടികൾ, കൂപ്പൺ നറുക്കെടുപ്പ് എന്നിവയും നടന്നു. പുനലൂർ സൗഹൃദവേദിയിൽ പുതുതായി 2 എക്സിക്യൂട്ടീവ് മെമ്പർമാരെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ.